ഒരു രസകരമായ കാര്യം പറയാം. ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ പോലും അത് പൂർണ്ണമായി കണ്ടു തീർക്കാൻ 1.5 മണിക്കൂർ തുടർച്ചയായി ഒരിടത്ത് അനങ്ങാതിരുന്ന് ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കില്ല. അത്രയും സമയം ചുമ്മാതെ അങ്ങ് കളയാനോ? ടെലിവിഷനിലാണ് ആ സിനിമയെങ്കിൽ നിങ്ങൾ തുണി മടക്കിക്കൊണ്ടോ, മുറി വൃത്തിയാക്കിക്കൊണ്ടോ, മറ്റു വീട്ടുജോലികൾ ചെയ്തുകൊണ്ടോ, ഇടയ്ക്ക് ടെലിവിഷൻ്റെ മുന്നിൽ വന്ന് ഒരിടത്തും ഇരിക്കാതെ ഒരു 10 മിനിറ്റ് നിന്നുകൊണ്ട് മാത്രം ആ സിനിമ കാണും. അച്ഛാ, അമ്മേ, അവിടെ സോഫയിൽ ഇരുന്ന് ഇത് കാണൂ എന്ന് നിങ്ങളുടെ മക്കൾ പറയും. പക്ഷേ നിങ്ങളത് ചെയ്യില്ല. ഒരു സിനിമയ്ക്കും നിങ്ങളെ ഇനിയും അത്രയും നേരം ഒരു കസേരയിൽ പിടിച്ചിരുത്താൻ ആവില്ല. കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റാൻ കെൽപ്പുള്ള കാര്യങ്ങൾ ലോകത്തിപ്പോൾ കുറവാണ്. തന്തവൈബ്, തള്ളവൈബ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ചിലപ്പോൾ കളിയാക്കിയേക്കാം. പക്ഷെ അത് അവരുടെ ചപലതയാണ്. കാരണം നൂറുകണക്കിന് ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, സിനിമകൾ, സ്ഥലങ്ങൾ, മനുഷ്യർ, ബിരിയാണികൾ, ബുഫേകൾ, വ്യത്യസ്തമായ സംഗീതങ്ങൾ, കാഴ്ചകൾ, സുഗന്ധങ്ങൾ, രുചികൾ, അഭിനിവേശങ്ങൾ, ഇതിലൂടെയൊക്കെ ഒരുപാട് കാലം മുൻപേ കടന്നുപോയിട്ടുള്ള നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുക പുതിയ ലോകത്തിന് ഇനി അത്ര എളുപ്പമല്ല. കാണാനും കേൾക്കാനും രുചിക്കാനുമുള്ളവ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എത്ര കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, രുചിച്ചിരിക്കുന്നു. പുതിയ തലമുറ ചിലപ്പോൾ അതൊക്കെ കണ്ട് രസിച്ചേക്കാം. അവർക്കതൊക്കെ പുതിയതാണല്ലോ. പക്ഷേ നിങ്ങളത് എപ്പോഴേ കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതാണ്, കേട്ടതാണ്, കണ്ടതാണ്. നമ്മൾ കണ്ടതിനേക്കാളും മികച്ചത് നമ്മുടെ കൺമുൻപിൽ വരട്ടെ. കേട്ടതിനേക്കാളും അനുഭവിച്ചതിനേക്കാളും മെച്ചപ്പെട്ടത് നമ്മളെ കേൾപ്പിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഈ സോഫയിൽ നിന്ന് എണീറ്റ് തുള്ളും, ഡാൻസ് ചെയ്യും, ഒച്ചയെടുക്കും. പക്ഷേ അതൊക്കെ വരട്ടെ. പുതിയ തലമുറയ്ക്കെല്ലാം പുതിയതാകും, എല്ലാം അടിപൊളിയാകും. പക്ഷേ ഇതൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് കണ്ട കണ്ണുകളെയും കേട്ട കാതുകളെയും ത്രസിപ്പിക്കാൻ ഇതൊന്നും പോരാ. അതെ, എനിക്ക് യൗവനത്തിലേക്ക് ഇനിയും തിരിച്ചു പോകേണ്ട. യൗവനത്തിൽ കാണേണ്ട കാഴ്ചകൾ ഞാൻ കണ്ടതാണ്, കേൾക്കേണ്ടവ ഞാൻ കേട്ടതാണ്. അതൊന്നും ഇനി എനിക്ക് വേണ്ട. എനിക്കിനി മുൻപോട്ടുള്ള അനുഭവങ്ങളിലാണ് ജീവിക്കേണ്ടത്. മാപ്പുകളിൽ രേഖപ്പെടുത്താത്ത റോഡുകളിലൂടെ വണ്ടിയോടിച്ച് നമ്മുടെ കൈകളിൽ തഴമ്പുണ്ട്. ജീവിതം തളർത്തിയവർ നമ്മുടെ തോളിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു പരിചയവുമില്ലാത്തവൻ്റെ പോലും ജീവിതത്തെ ഓർത്ത് നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര കരഞ്ഞിരിക്കുന്നു, ചിരിച്ചിരിക്കുന്നു. നമ്മൾ നടന്ന വഴികളിൽ ഇനി പുതിയ തലമുറ നടക്കട്ടെ. അവർ കാണാത്ത കാഴ്ചകൾ കണ്ട് ആനന്ദിക്കട്ടെ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ബട്ട് ഐ ആം ഹാപ്പി ദാറ്റ് ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. അറ്റ് ടൈംസ് മൈ knees ache, my heart beats a bit faster, but I am alright so far. പ്രായമാകുക ഒരു പ്രിവിലേജാണ്. ജെൻസ് ഒച്ചയുണ്ടാക്കിക്കോട്ടെ, തന്തവൈബെന്നും തള്ളവൈബെന്നും പറഞ്ഞ് ചിരിച്ചു കൊള്ളട്ടെ. ഐ ആം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു ഗ്രോ ഓൾഡ് വിത്ത് റെസ്പെക്ട്, ഡിഗ്നിറ്റി ആൻഡ് ലവ്. നമ്മൾ ആരോടും മത്സരിക്കുന്നില്ല. മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നത് നമുക്കൊരു പ്രശ്നവുമല്ല. സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതാൻ നമുക്ക് സമയവുമില്ല. It's amazing to be born in 60s, 70s and 80s.